നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാളയിലെ അമ്പഴക്കാട് വീണ്ടും അജ്ഞാത ജീവി ആടുകളെ ആക്രമിച്ചു കൊലപ്പെടുത്തി. അമ്പഴക്കാട് പള്ളിക്ക് സമീപം പഞ്ഞിക്കാരൻ മേരിയുടെ 2 ആടുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. മാള സർവീസ് സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടത്തി കോടികൾ തട്ടിയെടുത്ത കേസിൽ മുൻ സെക്രട്ടറി റിമാൻഡിൽ. മാവേലിക്കര സ്വദേശി കപ്ലിയത്ത് വീട്ടിൽ സജീവനെയാണ് തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. തൃശൂർ പൂരത്തിനായി മുന്നൊരുക്കങ്ങൾ ശക്തം. ഇതിന്റെ ഭാഗമായി തിരുവമ്പാടി ദേവസ്വം ബോർഡ് പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കണ്ടു. വാർത്തകൾ വിശദമായി. മാളയിലെ അമ്പഴക്കാട് വീണ്ടും അജ്ഞാത ജീവി ആടുകളെ ആക്രമിച്ചു കൊലപ്പെടുത്തി. അമ്പഴക്കാട് പള്ളിക്ക് സമീപം പഞ്ഞിക്കാരൻ മേരിയുടെ 2 ആടുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. കഴുത്തും വയറും പൊളിച്ചിട്ട നിലയിലാണ് ആടുകളെ കണ്ടത്. ഇന്നലെ രാത്രി അയൽവാസികൾ ബഹളം കേട്ട് വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നോക്കിയപ്പോഴാണ് ആടുകൾ ചത്ത നിലയിൽ കണ്ടത്. ഇതിനു മുമ്പ് ഏപ്രിൽ 4-ന് അമ്പഴക്കാട് ചേറ്റിപ്പറമ്പിൽ ഗോപിയുടെ വീട്ടിലെ 6 ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. പുലിഭീതി ഉണ്ടായിരുന്നതിനാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, വെറ്റിനറി ഡോക്ടർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലിയുടെ ആക്രമണത്തിലല്ല ആടുകൾ കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തി. ലഭിച്ച റിപ്പോർട്ടിലാണ് വന്യജീവി ആക്രമണത്തിലാണ് ആടുകൾ കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചത്. കടിച്ചുകീറാൻ ശേഷിയുള്ള ജീവിയുടെ ആക്രമണത്തിലാണ് ആടുകൾ കൊല്ലപ്പെട്ടതെന്നും മാംസത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നതായും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഏത് ജീവിയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല. തുടരെ ഉണ്ടാവുന്ന വളർത്തുമൃഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രദേശവാസികൾ ഭീതിയിലാണ്. മീഡിയ ടൈം. മാള സർവീസ് സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടത്തി കോടികൾ തട്ടിയെടുത്ത കേസിൽ മുൻ സെക്രട്ടറി റിമാൻഡിൽ. മാവേലിക്കര സ്വദേശി കപ്ലിയത്ത് വീട്ടിൽ സജീവനെയാണ് തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. മാള സ്വദേശിയും ബാങ്കിലെ സെക്രട്ടറിയുമായിരുന്ന നിക്സൺ എന്നയാളുടെ പരാതിയിലാണ് അറസ്റ്റ്. തൃശൂർ പൂരത്തിനായി മുന്നൊരുക്കങ്ങൾ ശക്തം. ഇതിന്റെ ഭാഗമായി തിരുവമ്പാടി ദേവസ്വം ബോർഡ് പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കണ്ടു. പൂരം നടത്താൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് അറിയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ പൂരവുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത്തവണത്തെ പൂരം നടത്തിപ്പിന്റെ പൂർണ്ണ ചുമതല ജില്ലാ ഭരണകൂടത്തിനാണ്. DGP ഉൾപ്പെടുന്നവർ നേരിട്ടെത്തി സുരക്ഷയും പൊതുജനങ്ങൾക്കും സൗകര്യമൊരുക്കും. കേന്ദ്ര ഏജൻസികളുടെ സഹായവും സഹകരണവും ഉണ്ടാകുമെന്നാണ് സൂചന. കുടമാറ്റം കാണാനൊരുക്കുന്ന VIP ഗ്യാലറികളിൽ വിദേശികൾക്ക് മാത്രമായിരിക്കും പ്രവേശനമുണ്ടാവുക. ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന VIP-കളെ ഇവിടെ പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന് പൂരം അവലോകന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കോടതി വിധി നിലവിലുള്ളതിനാലാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന VIP-കൾക്ക് കുടമാറ്റം, വെടിക്കെട്ട് എന്നിവ കാണാനുള്ള സൗകര്യമൊരുക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. കുടമാറ്റവും വെടിക്കെട്ടും ആസ്വദിക്കാൻ കഴിയുന്ന സ്വരാജിലെ വലിയ കെട്ടിടങ്ങളുടെ ഉടമകളുമായി സംസാരിച്ച് ജില്ലാ ഭരണകൂടം ധാരണയിലെത്തുമെന്നാണ് വിവരം. മീഡിയ ടൈം. തൃശൂർ. മാള CSI കൗൺസിലിംഗ് ആൻഡ് ഡി അഡിക്ഷൻ സെന്റർ ലഹരിക്കെതിരെ ഒരു കാൽവയ്പ് എന്ന സന്ദേശവുമായി കൂടെയുണ്ട് എന്ന പരിപാടി സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വളർന്നു വരുന്ന തലമുറകളാണ്. നാളെ നമ്മുടെ ഭാവി നമ്മുടെ സമൂഹത്തിലേക്ക് നന്മയുടെ വിത്തുകൾ പാകി നമുക്ക് മറ്റുള്ളവരിലേക്ക് ഇറങ്ങി നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പോകേണ്ടവരാണ്. വിദ്യാലയമായാലും വീടുകളുമായാലും അച്ഛനമ്മമാരും സഹോദരന്മാരും ഒരേപോലെ കണ്ടുകൊണ്ട് പോകുന്ന കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് അച്ഛനേത്, അമ്മയേത്, പെങ്ങളേത്, സഹോദരി ഏത് എന്ന് അറിയാത്ത കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ആ മനസ്സ് കുട്ടിത്തത്തിലെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കി കൊണ്ടുപോകണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആണെന്ന് എടുക്കുന്നത്. ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഫാദർ അനൂപ് ജോർജ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ യദു കൃഷ്ണൻ, സാബു പോൾ, ഫാദർ ബിജീഷ് പുളിപ്പറമ്പിൽ, ഫാദർ പ്രദീപ് ജോർജ്, നീതു മറിയം ഫിലിപ്പോസ്, അനൂപ് ജോർജ് എന്നിവർ സംസാരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. തൃശൂർ പറപ്പൂർ സ്വദേശി നാലുപുരയ്ക്കൽ സിദ്ധാർത്ഥിന്റെ ഭാര്യ 58 വയസ്സുള്ള രുക്മിണിയാണ് മരിച്ചത്. ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാവിലെയാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച ദേശീയപാത ചാലക്കുടി ക്രസന്റ് സ്കൂളിന് സമീപം വച്ചായിരുന്നു വാഹനാപകടം. തൃശൂർ ഭാഗത്ത് നിന്നും അങ്കമാലി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാറ്റ സുമോ നിയന്ത്രണം വിട്ട് ഹൈമാസ്റ്റ് ലൈറ്റിന്റെ തൂണുകളിൽ ഇടിച്ചു കയറുകയായിരുന്നു.
അപകടത്തിൽ രുക്മിണി അടക്കം 9 പേർക്ക് പരിക്കേറ്റിരുന്നു. മതിലകം സ്പോർട്സ് അക്കാദമി സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. മതിലകം സെന്റ് ജോസഫ് സ്കൂൾ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. E.T. ടൈസൺ MLA പതാക ഉയർത്തി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി. കമന്ററേറ്റർ ഷൈജു ദാമോദരൻ, മുൻ ഇന്ത്യൻ താരം ഗോപിദാസ്, VK മുജീബ് റഹ്മാൻ, KY അസീസ്, PH നിയാസ്, PH അമീർ, ഡോക്ടർ C മുഹമ്മദ് അഷ്റഫ്, ഫാദർ ഷൈജിൻ കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. വോളിബോൾ ടൂർണമെന്റ് ഇന്നത്തെ ദിവസം തുടങ്ങാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസം വളരെ സന്തോഷത്തോടെ കൂടിയിട്ടാണ് പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാംസിൽ ഇൻവൈറ്റ് കിട്ടിയിരുന്നെങ്കിൽ പക്ഷേ എത്താൻ സാധിച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ടൂർണമെന്റ് എത്താൻ സാധിച്ചത് വളരെ സന്തോഷം. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുമ്പം അത് ഒരുപാട് ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. കൂടാതെ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരെ ഇതിലോട്ട് അട്രാക്ട് ചെയ്യാനും സാധിക്കും. സ്പോർട്സ് ഡെവലപ്മെന്റിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഈ വോളിബോൾ ടൂർണമെന്റ് നടത്തുന്നതോട് ഇതിൽ പങ്കെടുക്കാൻ ഒരുപാട് പേർക്ക് അവസരം ലഭിക്കുകയാണ്. In the women's section, we are going to witness the inaugural match of the Madalagam Sports Academy. കളിക്കാരും കാണികളും അതിഥികളുമായിട്ടുള്ള ഇന്നത്തെ ആദ്യ മാച്ച് ഒഫീഷ്യേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് റെഫറി ഹരി PP തൃശൂർ, സ്കോറർ ശിവ പാലക്കാട്, ലൈൻ റെഫറീസ് ബോബി ഫ്രം തൃശൂർ ആൻഡ് റഷീദ് ഫ്രം തൃശൂർ. ആദരണീയൻ ഓവർ ടു ദി ഡിസ്ട്രിക്ട് കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഫസർ. പ്രധാന വാർത്തകൾ വീണ്ടും. മാളയിലെ അമ്പഴക്കാട് വീണ്ടും അജ്ഞാത ജീവി ആടുകളെ ആക്രമിച്ചു കൊലപ്പെടുത്തി. അമ്പഴക്കാട് പള്ളിക്ക് സമീപം പഞ്ഞിക്കാരൻ മേരിയുടെ 2 ആടുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. മാള സർവീസ് സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടത്തി കോടികൾ തട്ടിയെടുത്ത കേസിൽ മുൻ സെക്രട്ടറി റിമാൻഡിൽ. മാവേലിക്കര സ്വദേശി കപ്ലിയത്ത് വീട്ടിൽ സജീവനെയാണ് തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. തൃശൂർ പൂരത്തിനായി മുന്നൊരുക്കങ്ങൾ ശക്തം. ഇതിന്റെ ഭാഗമായി തിരുവമ്പാടി ദേവസ്വം ബോർഡ് പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കണ്ടു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.